ഹല്ലേലൂയ. യോസഫിന്റെ മകനല്ലെന്നറിയാം. അവൻ വിവാഹം കഴിച്ച് കുടുംബമായി ജീവിക്കുന്നതിന് മുൻപ് അവൾ ഗർഭിണിയായി. അവളിൽ ഉരുവായ സന്തതി വേശ്യാപുത്രം എന്ന പേര് കൊടുത്ത് അവർ ലോകം അല്ലെങ്കിൽ ആ സമൂഹം അങ്ങനെ പറയുമ്പോൾ യേശുക്രിസ്തു സർവശക്തനായ ദൈവത്തിന്റെ സന്തതിയാണ്, ദൈവത്താൽ ജനിക്കപ്പെട്ടവനാണ്, ദൈവത്തിന്റെ പ്രത്യേക നിയോഗപ്രകാരം ജനിക്കപ്പെട്ടവനാണെന്ന് ഹല്ലേലൂയ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ഹല്ലേലൂയ സ്വന്തമായതിലേക്ക് അവൻ വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ആ നിലയിൽ യേശുക്രിസ്തുവിനെ ഈ ലോകം അല്ലെങ്കിൽ ഇസ്രായേൽ സമൂഹം അംഗീകരിക്കാതിരുന്നപ്പോൾ ഹല്ലേലൂയ ലോകം മുഴുവൻ രക്ഷിക്കുവാൻ, ലോകത്തെ മുഴുവൻ വീണ്ടെടുക്കുവാൻ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞ, ലോകത്തിന് വേണ്ടി തന്റെ ജീവനെ നൽകി, ലോകത്തിന് വേണ്ടി തന്റെ രക്തവും തന്റെ ശരീരവും തകർത്ത് നമുക്ക് വേണ്ടി താൻ യാഗമായി തീർന്നപ്പോൾ തന്റെ പ്രാണനെ തന്നെ വെടിഞ്ഞ് നമ്മെ വീണ്ടെടുക്കുവാൻ മാനവജാതിയുടെ മനുഷ്യവർഗത്തിന്റെ സകല പാപവും ശാപവും പേര് കാൽവരി കുലക്കളത്തിൽ മനുഷ്യവർഗത്തിന് വേണ്ടി ശാപമായി തീർന്നവൻ, യാഗമായി തീർന്നവൻ, ആ വീണ്ടെടുപ്പ് വില മറുവിലയായി നൽകി മാനവ കുലത്തെ മുഴുവൻ നിത്യതയ്ക്ക് വേണ്ടി വിലയ്ക്ക് വാങ്ങി സ്വർഗരാജ്യത്തിന് മാനവകുലത്തെ അവകാശിയാക്കി. ഹല്ലേലൂയ. അവന്റെ പുത്രന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് മാനവകുലത്തിന് നൽകി തന്നു. അങ്ങനെ മനുഷ്യകുലം മുഴുവൻ യേശു ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ജാതീയ സ്ത്രീയായ മോവാബ്യ സ്ത്രീയായ രൂത്തിനെ വീണ്ടെടുക്കുവാൻ അടുത്ത ചാർച്ചക്കാരൻ തയ്യാറാകാതിരുന്നപ്പോൾ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേശ്യാപുത്രൻ എന്ന പേരുള്ളവൻ ഹല്ലേലൂയ ബോവസ് അതിന് തയ്യാറാകുകയും ബോവസ് അവളെ വീണ്ടെടുക്കുവാൻ ഹല്ലേലൂയ വീണ്ടെടുത്ത് അവളെ രക്ഷിക്കുവാൻ അവൾക്കുള്ള സമ്പത്തിനെയും അവളെയും മൊത്തത്തിൽ വീണ്ടെടുക്കുവാൻ അവൻ തയ്യാറാകുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ആ വീണ്ടെടുപ്പ് എത്ര വിലയേറിയതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കുക, നമ്മളൊക്കെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ആ രീതിയിൽ ചിന്തിച്ചാൽ നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ ഇസ്രായേലിൽ വേശ്യാപുത്രൻ എന്നാണ് പറയുന്നത്, ബോവസിനെയും വേശ്യാപുത്രൻ എന്നാണ് പറയുന്നത്. ഒരു വേശ്യാപുത്രന് കൊടുക്കുന്ന വില എത്രയാണ്? നമ്മള് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ജനിച്ച, അങ്ങനെ സമൂഹത്തിൽ അങ്ങനെയുള്ള ഒരു വ്യക്തി നമ്മുടെ ഇടയിൽ വന്നാൽ നമ്മൾ അംഗീകരിക്കുമോ? സ്തോത്രം. ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ അംഗീകരിക്കുമോ? ചില ബുദ്ധിമുട്ടാണ് അല്ലേ? പക്ഷേ സ്വർഗം അംഗീകരിച്ചു. സ്വർഗം അംഗീകരിച്ചു. ഹല്ലേലൂയ. നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഈ വിശുദ്ധ ബൈബിൾ അംഗീകരിച്ചിട്ടുണ്ട്. നമ്മുടെ പല പാപങ്ങളും പല തെറ്റുകളും നമ്മളിൽ തന്നെയുള്ള പല കുറവുകളും ഒക്കെ നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പല വിഷയങ്ങളുണ്ട്. അതൊക്കെ ഇരിക്കുമ്പോൾ തന്നെ നമ്മളെ സ്നേഹിച്ച സ്നേഹമാണ് ക്രിസ്തുവിന്റെ സ്നേഹം. മനസ്സിലാകുന്നുണ്ടോ? യേശുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ചു. നമ്മൾ ദോഷികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ചു. നമ്മളിൽ തെറ്റുള്ളപ്പോൾ തന്നെ നമ്മളെ സ്നേഹിച്ചു. നിർമ്മലനായതുകൊണ്ടല്ല സ്നേഹിച്ചത്, വിശുദ്ധനായതുകൊണ്ടല്ല സ്നേഹിച്ചത്. നമ്മിൽ പാപങ്ങളും തെറ്റുകളും കുറവുകളും ബലഹീനതകളും താഴ്ചകളും വീഴ്ച
അങ്ങനെയുള്ള ആ സ്നേഹിതനായ യേശു നമ്മോട് കൂടെ ഉള്ളപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ബലഹീനതകളും ക്ഷമിക്കാൻ കഴിയുമോ? സ്തോത്രം. ഇന്ന് നമ്മുടെ മനസ്സിൽ പല ഹാലലിയ വിചാരങ്ങളുണ്ട്, നമ്മുടെ മനസ്സിൽ പല പകകളുമുണ്ട്, പല ഹാലലിയ വിരോധങ്ങളും നമ്മെ ഭരിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. യേശുക്രിസ്തു ക്ഷമിച്ചില്ലേ പ്രിയരെ? യേശുക്രിസ്തു സമ്പൂർണമായി ക്ഷമിച്ചില്ലേ? യേശുക്രിസ്തു ആ പാപങ്ങളെ ഒക്കെ, നമ്മുടെ ജീവിതത്തിലെ സകല പാപങ്ങളെയും ക്ഷമിച്ചില്ലേ? നമ്മളെ വീണ്ടെടുത്തില്ലേ? ഹല്ലേലൂയ. നമുക്ക് യേശു നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചപ്പോൾ ഹല്ലേലൂയ, നമുക്കെതിരായി ചെയ്ത പാപങ്ങളോ, നമുക്കെതിരായി ചെയ്ത സംസാരങ്ങളോ, നമുക്കെതിരായി ചെയ്ത ഏതെങ്കിലും ചിന്തകളോ പ്രവർത്തനോ മറ്റൊരുവരിൽ ഉണ്ടെങ്കിൽ അത് ക്ഷമിച്ച് സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിത്യത കാക്ഷിയായി തീരുന്നതല്ലേ ഏറ്റവും വലിയ കാര്യം? അതിനായി നമ്മൾ തയ്യാറാകുക. ഇവിടെ ഹല്ലേലൂയ ക്ഷമിക്കുക. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമെങ്കിൽ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അത് ചെയ്തെങ്കിലേ പേര് എഴുതപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടെന്ന് പറയുന്ന അഭിമാനിക്കാൻ നമുക്ക് കഴിയുമായിരിക്കും. പക്ഷെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്തേ മതിയാകും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഹല്ലേലൂയ. മറക്കേണ്ട കാര്യങ്ങൾ മറക്കണം, ക്ഷമിക്കേണ്ട കാര്യങ്ങൾ ക്ഷമിക്കണം, സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കണം, കരുതേണ്ടതുപോലെ കരുതണം, സഹിക്കേണ്ടതുപോലെ സഹിക്കണം. ഹല്ലേലൂയ. നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയെങ്കിലേ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ, ആ പേര് നിലനിർത്താൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ബോവസിന് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് തനിക്ക് നല്ലൊരു ഹല്ലേലൂയ അതെ രണ്ടാമത് വിവാഹം ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് ജീവിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബോവസ് നോക്കിയപ്പോ തന്റെ പേരിനൊപ്പം പല ആക്ഷേപങ്ങളുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെങ്കിൽ ആ ആക്ഷേപം നിമിത്തം ഒരുപക്ഷെ കുടുംബക്കാരായവരാരും അവനെ കൊടുക്കൂ, പെണ്ണിനെ കൊടുക്കൂ, കുടുംബക്കാര് കൊടുക്കാൻ ബുദ്ധിമുട്ടാ. പക്ഷേ ഹല്ലേലൂയ ബോസ് നോക്കിയപ്പോൾ നല്ല കുടുംബത്തിൽ ഹല്ലേലൂയ വന്നൊരു പെൺകൊച്ച്, നല്ല സ്വഭാവിയായി നല്ല സത്സ്വഭാവിയായ ഒരു പെൺകുട്ടി, അവളെ വീണ്ടെടുക്കുന്നതിലൂടെ ആ കുടുംബത്തിന് ഒരത്താണിയാകാം. മാത്രമല്ല ഹല്ലേലൂയ മരിച്ചവരുടെ പേര് നിലനിർത്തുകയും ചെയ്യാം. ആ നിലയിൽ ഹല്ലേലൂയ ബോവസ് ഒരു നല്ല കാര്യം ചെയ്തു. യേശു ഒരു നല്ല കാര്യം ചെയ്തു. എന്താ? ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. നമ്മൾ പാപികളായിരുന്നു, നമ്മൾ ദോഷികളായിരുന്നു, എന്നിട്ട് പോലും നമ്മുടെ ഹല്ലേലൂയ പാപത്തെയും ഹല്ലേലൂയ നമ്മുടെ തെറ്റുകളെല്ലാം മറന്ന് യേശു നമ്മെ സ്നേഹിച്ചു. യേശുവിനെ സ്വന്തക്കാരായവർ തള്ളിക്കളഞ്ഞു. ഒരു വേശ്യാപുത്രൻ എന്ന പേരുള്ളവനെ ഞങ്ങൾക്ക് രക്ഷകനായിട്ട് വേണ്ട. സ്തോത്രം. ലോകക്കാരോ പറയുന്നത് ഒരു വേശ്യാപുത്രൻ എന്ന പേരുള്ളവനെ വേണ്ട ഞങ്ങൾക്ക് രക്ഷകനായിട്ട്. യേശു ആരാണെന്ന് അവരറിഞ്ഞിരുന്നെങ്കിൽ അവനെ കൊലയ്ക്ക് കൊടുക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ യേശു ആരാണ്, യേശു എങ്ങനെയുള്ളവനാണ്, യേശു എന്താണ്, യേശു എങ്ങനെ പൂജാതനായവനാണ് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവരാരും യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. പക്ഷെങ്കിൽ യേശു എങ്ങനെയുള്ളവരെന്ന വേണ്ട നിലയിൽ അറിവില്ലാഞ്ഞതുകൊണ്ട് യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷേ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്
ഹല്ലേലൂയ മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് കാന്തരമായി. യേശു ക്രൂശിൽ മരിച്ചത്, യേശു ശാപ മരണം ഏറ്റെടുത്തത്, യേശു തന്റെ രക്തം ചൊരിഞ്ഞത്, തന്റെ ശരീരം നമുക്ക് വേണ്ടി മാനവകുലത്തിന് വേണ്ടി തകർക്കപ്പെട്ടത് മാനവകുലത്തിന്റെ സമ്പൂർണമായ രക്ഷയ്ക്ക് മുഖാന്തരമാണ്. ആ രക്ഷയാ ഞാൻ നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കണം, ഹല്ലേലൂയ ഈ പേര് ഹല്ലേലൂയ നിലനിർത്തണം. സ്തോത്രം. യേശു എന്ന പേര് രക്ഷകൻ എന്ന യേശുവിന്റെ അർത്ഥം. യേശു എന്ന പേരിന്റെ അർത്ഥം രക്ഷകനാണ്. അപ്പോൾ ഹല്ലേലൂയ ബോവസിനെ സംബന്ധിച്ചൊരു നല്ല വീണ്ടെടുപ്പുകാരനായി ഹല്ലേലൂയ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ 14-ാമത്തെ വാക്യം, 4:14. ഹല്ലേലൂയ എന്നാണ് സ്ത്രീകൾ നവോമിയോട്, ഇന്ന് നിനക്ക് ഒരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവന്റെ പേർ ഇസ്രായേലിൽ വിശ്രുതമാകട്ടെ. അപ്പോൾ ഹല്ലേലൂയ ബോവസിന്റെ പേര് വിശ്രുതമാകത്തക്കവണ്ണം നവോമിയോട് പറയുകയാണ്, നിന്റെ വീണ്ടെടുപ്പുകാരനായി നിന്റെ ഭവനത്തിൽ ഒരു വീണ്ടെടുപ്പുകാരനെ നൽകി. സർവശക്തനായ യഹോവ അവൻ വാഴ്ത്തപ്പെട്ടവനാണ്. ആ വാഴ്ത്തപ്പെട്ടവനായ ദൈവം അവന്റെ പേർ ഇസ്രായേലിൽ വിശ്രുതമാക്കട്ടെ. അങ്ങനാണെങ്കിൽ മാനവകുലത്തിന്റെ മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പുകാരനായി തീർന്ന യേശുവിന്റെ പേര് ഈ ഭൂമിയിൽ എത്രത്തോളം വിശ്രുതമാക്കപ്പെട്ടു. യേശുവിന്റെ പേര് ഈ ഭൂമി മുഴുവൻ വിശ്രുതമാക്കപ്പെട്ടു. ഹല്ലേലൂയ. ബോവസിന്റെ പേര് ആ സമൂഹത്തിൽ വിശ്രുതമായപ്പോൾ യേശുവിന്റെ പേര് ഈ ഭൂമി മുഴുവൻ, ഭൂലോകം മുഴുവൻ, മനുഷ്യനുള്ള എല്ലാ ഇടങ്ങളിലും യേശു രക്ഷകനാണ്, യേശു വീണ്ടെടുപ്പുകാരനാണ്. യേശു സകല പാപങ്ങളിൽ നിന്നും, സകല ശാപങ്ങളിൽ നിന്നും, സകല രോഗങ്ങളിൽ നിന്നും, സകല കഷ്ടങ്ങളിൽ നിന്നും, സകല ബുദ്ധിമുട്ടുകളിൽ നിന്നും, സകല ദാരിദ്ര്യത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ അവൻ പ്രാപ്തനായ ദൈവമാണ്. ആ പ്രാപ്തനായ ദൈവത്തെ യഥാർത്ഥമായി സേവിക്കുകയും യഥാർത്ഥമായി അനുസരിക്കുകയും അനുഗമിക്കുകയും പിൻപറ്റുകയും ഹല്ലേലൂയ ചെയ്യുന്ന ഓരോ ദൈവമൈതലിന്റെയും ജീവിതത്തിൽ അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും.